വീട്ടുകാർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ നേരത്തെ അറിയാവുന്ന കുടുംബമാണ്. ഇപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ കൊലപാതകം തന്നെയാണെന്നുള്ള സ്ഥിരീകരണമാണ്. അല്ല, കൊലപാതകമാണ് എന്നുള്ള നിഗമനത്തിൽ നമ്മളിപ്പോൾ എത്തുന്നത് ശരിയല്ല. പോലീസിൻ്റെ അന്വേഷണം വളരെ നന്നായി നടക്കുകയാണ്. ഇന്നിപ്പോൾ വെളുപ്പാൻ രാവിലെയാണ് ഈ അതിദാരുണമായ സങ്കടകരമായ ഈ കാര്യം ഞങ്ങൾ അറിയുന്നത്. അറിഞ്ഞ ഉടനെ തന്നെ ഞാനിവിടെ എത്തിച്ചേർന്നു. ഇവിടെ ഇപ്പോൾ എത്തുമ്പോൾ ഇവിടുത്തെ നാട്ടുകാരും പൊതുപ്രവർത്തകരുമായിട്ടുള്ള ആളുകൾ പറയുന്നത് ഇന്നലെ രാത്രി എന്തോ അനിഷ്ട സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അത് ഭാര്യയും ഭർത്താവും തമ്മിലാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും തമ്മിലാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. റൂമിനകത്ത് കട്ടിലിൻ്റെ ഒരു ഭാഗം ഉൾപ്പെടെ കത്തിയ ചില അടയാളങ്ങളുണ്ട്. ആദ്യമെത്തിയ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ അല്ലെങ്കിൽ ആദ്യമെത്തിയ ബന്ധുക്കളോട് പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞതെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ഈ ചുറ്റുമതിലൊക്കെ പെട്ടെന്നൊരാൾക്ക് കടന്നു വരാൻ കഴിയില്ല, എങ്കിലും മറ്റാരോ വന്ന് കുഞ്ഞിനെ അപായപ്പെടുത്തി എന്നുള്ള നിലയിൽ മിസ്ലീഡ് ചെയ്യുന്ന നിലയിലുള്ള വർത്തമാനമാണ് ആദ്യം അവർ പറഞ്ഞത്. പിന്നീട് പോലീസ് വിശദമായി ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകൾക്കകം ഇതിനകത്ത് എന്താണോ നടന്നിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യതയോടുകൂടി അറിയാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി, സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുള്ള അതൊക്കെ സാർ അറിഞ്ഞു? അങ്ങനെ പറയുന്നുണ്ട്. കുറച്ചു കാലം ദേവസ്വം ബോർഡിൽ ഇവർക്ക് താൽക്കാലികമായി ജോലി ഉണ്ടായിരുന്നതായി പറയുന്നുണ്ട്. അതിനുശേഷം വലിയ സാമ്പത്തികമായ കടബാധ്യതയിൽ പെട്ടതായി നാട്ടിൽ നിന്ന് ചെറിയ വിവരമുണ്ട്. അതാണോ ഇത്തരമൊരു ഇതിലേക്ക് നയിച്ചത്, പ്രേരണയായതെന്നുള്ളതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതാണ്. എന്തായിരുന്നാലും ശരി, ഇതിനകത്ത് ഒരു അടിമുടി ദുരൂഹത ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതവരുടെ സ്വന്തം വീടല്ല, തൊട്ടപ്പുറത്താണ് ഇവർ താമസിക്കുന്നത്. കഴിഞ്ഞ 16 ദിവസങ്ങൾക്ക് മുമ്പ് ഇവരുടെ അച്ഛൻ മരണപ്പെട്ടു പോയി. അപ്പോൾ പിന്നീടുണ്ടായിട്ടുള്ള സംഭവങ്ങൾ എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി, ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ ഇതിനകത്തെ ദുരൂഹതയെ സംബന്ധിച്ച് പുറത്തു കൊണ്ടുവരും എന്നാണ്. ആ പ്രത്യാശയിലാണ് നമ്മളെല്ലാവരും, നാട്ടുകാരെല്ലാവരും ഇവിടെ നിൽക്കുന്നത്.